നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ തന്നെ ഞെട്ടിപ്പോയൊരു റിസൾട്ടാണിത് കേട്ടോ. കാരണം ഇത് ഞാനൊരു ട്രയൽ എന്ന രീതിയിൽ ചെയ്ത് നോക്കിയൊരു സംഭവമാണ്. നൈറ്റ് ഞാനിത് അപ്ലൈ ചെയ്തിട്ട് കിടന്നു. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ ഫേസ് കണ്ണാടി നോക്കിയപ്പോൾ ഈ സെയിം കണ്ണാടി തന്നെയാണ് നൈറ്റ് ഞാൻ യൂസ് ചെയ്തത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ആ കണ്ണാടിയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഫേസിൻ്റെ ആ ഒരു റിസൾട്ട് കണ്ടിട്ട് ഞാൻ ഞെട്ടി. കാരണം അത്രയും നല്ലൊരു സൂപ്പർ റിസൾട്ടാണ് കിട്ടിയിരുന്നത് കേട്ടോ, നിങ്ങൾ കണ്ട പോലെ തന്നെ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ആർക്കും ഏത് സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കര ഓയിലി സ്കിന്നാണെങ്കിൽ മാത്രം ഒരു ഇൻഗ്രീഡിയൻറ്റ് സ്കിപ്പ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പം ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നവരാണ് എല്ലാവരും തന്നെ. രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്ത് ബ്രൈറ്റനിങ് സീറം അപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെ നമ്മുടെ സ്കിന്നിന്, ഫേസിന്, ആൻറ്റി റിങ്കിൾ, അതുപോലെ ബ്രൈറ്റനിങ്, അതുപോലെ പല പല കാരണങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബെനിഫിറ്റ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ 1000 രൂപ 1500 രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇതുപോലുള്ള സീറംസ് ഒക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെല്ലാം പകരമായിട്ട് അതിലെല്ലാം ഉപരി ഇതിനെക്കാട്ടിലൊക്കെ ബെറ്റർ റിസൾട്ട് കിട്ടാനും ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെയും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല നാച്ചുറലായിട്ടുള്ള സീറം, മോയ്സ്ചറൈസിങ് ക്രീം, അങ്ങനെ എന്ത് പേരിട്ട് വേണേലും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചെയ്തിട്ട് എന്തെങ്കിലും നല്ലതോ ചീത്തയായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം അതെല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ. അപ്പം മോശം അനുഭവം ഒന്നും ഉണ്ടാവില്ല എന്ന് 99.9% എനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള റിസൾട്ടിന് വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മുഖക്കുരു ഉള്ളവർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ഇതിലുള്ള ഓയിൽ സ്കിപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും, ഓയിലി സ്കിൻ ഉള്ളവരൊക്കെ. അപ്പോൾ ഇതെന്താണെന്നും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം രാവിലെ നമ്മൾ എടുത്ത് ചോറ് ഊറ്റി വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം ആയാലും കുഴപ്പമില്ല, നൈറ്റ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം ആയാലും കുഴപ്പമില്ല. അതിലേക്ക് ഞാൻ ഒരു ക്യാപ്സൂൾ വൈറ്റമിനി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. വൈറ്റമിനി ക്യാപ്സൂളിലുള്ള ആ വൈറ്റമിനി ഓയിൽ ഞാൻ ഒരു ക്യാപ്സൂള് ഫുള്ളായിട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ, എന്നിട്ടൊരു 2-3 ഡ്രോപ്സ് കേട്ടോ. ഇതിപ്പോൾ ആ കുപ്പിയിൽ എണ്ണയില്ല, ഞാനതിന് കുടഞ്ഞൊരു 3 ഡ്രോപ്സൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. 3-4 ഡ്രോപ്സ് കോക്കനട്ട് ഓയിൽ വേണം കേട്ടോ. കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ ആയാലും യൂസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും നമുക്ക് എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ റോസ്മേരിയോ അങ്ങനത്തെ ടീ ട്രീയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ കോക്കനട്ട് ഓയിലിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഭയങ്കര നല്ലതാണ്. നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ ഒക്കെ ഗുണം നല്ലോണം അറിയാം. ഇതിൽ 3 ഇൻഗ്രീഡിയൻ്റെ ഗുണങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇതൊരു സീറമായിട്ടോ മോയ്സ്ചറൈസിങ് ക്രീമായിട്ടോ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നൈറ്റിൽ നമുക്കൊന്ന് മസാജ് കൊടുക്കാം. രാവിലെ നോർമൽ വാട്ടറിലോ ഫേസ് വാഷിലോ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പക്ഷെ രാവിലെ ആകുമ്പോഴത്തേക്കും നൈറ്റ് നമ്മൾ ഒന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും തന്നെ ഇത് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ അത്ര സൂപ്പർ ആയിട്ടാണ് ഇത് അബ്സോർബ് ആവുന്നത്. സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിൻ റിപ്പയർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും യുവത്വം നിലനിർത്താനും അതിൽ റിങ്കിൾ ഉണ്ടാവാതിരിക്കാനും മുഖക്കുരുനും എല്ലാം നല്ലതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.